ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ച മനുഷ്യരാ. അങ്ങനെ പോവുക, കടല് കടന്ന ഒരു യാത്ര, കപ്പലിൽ കയറി. ഉമ്മ കൊടുത്ത കുറച്ച് പണമുണ്ട് ഇമാം ബുഖാരി അവരുടെ കൈവശം. ബുഖാരി ഇമാമിന്റെ ബാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്. ഉമ്മ വളർത്തിയ കുട്ടിയാ. അങ്ങനെ ഉമ്മ വളർത്തി ലോകത്ത് അത്ഭുതം നേടിയ കുറെ മക്കളുണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്, വേറൊരാൾ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ്, വേറൊരാൾ ഇമാം നവവി റഹ്മഹുല്ലാഹ്. ബാല്യം അനാഥമാണ്. പക്ഷെ ഉമ്മ ഒരു സംഭവമാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി വലം മറ ലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ ലിഹിദ്നിൽ ഉമ്മഹാതി ഫഹിദ്നുൽ ഉമ്മി മദ്റസത്തുൻ തസാമത് ബിതർബിയത്തിൽ ബനീന വൽ ബനാതി. അമ്മ ഞാൻ വിശദമായി പോണില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ പിന്നെ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിക്ക്. ബുഖാരി ഇമാമിന്റെ കയ്യിൽ അതുണ്ട്. ഈ സ്വർണത്തെ ഇതിങ്ങനെ കിഴി പിടിച്ചിട്ട് കപ്പലിൽ കയറി. അപ്പൊ കപ്പലിൽ എരുത്തുള്ള ആള് ഇങ്ങനെ നോക്കിയപ്പോ ഒരു കിഴിയും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക. ചോദിച്ചു, ഇത് എന്താന്ന് ചോദിച്ചു. നിഷ്കളങ്കനായ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇത് 1000 സ്വർണ്ണ നാണയമാണ്. ഇതിൻ്റെ ഉമ്മ തന്നതാണ്, ദീർഘയാത്രക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉമ്മ തന്നതാണെന്നും പറഞ്ഞിട്ട് ഈ സ്വർണ്ണ നാണയം പിടിച്ച് ബുഖാരി ഇമാം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മറ്റാൾക്ക് തോന്നി ഇയാള് ഒരു വലിയൊരു ലെവലില്ല, ഇതെങ്ങനെയും ഒന്ന് തട്ടിപ്പറിക്കാം. അങ്ങനെ ഉണ്ടാവുമല്ലോ. വേറൊരു ഐഡിയ ഇല്ല. എന്തേലും പറയാറുന്നത് തൗടാണെന്നോ വേറെ എന്തേലും പറയാനോ ഒന്നും പറഞ്ഞില്ല. അത് 1000 സ്വർണ്ണ നാണയാണ്. അപ്പൊ ആള് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. ആള് കപ്പലിന്റെ മേൽത്തട്ടക്ക് പോയിട്ട് കപ്പിത്താന്റെ മുമ്പ് പോയിട്ടാണ് കരഞ്ഞ്, എൻ്റെ 1000 സ്വർണ്ണ നാണയം കാണാനില്ല, ഞാൻ അതിൽ കയറുമ്പോണ്ടായിരുന്നു, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാള് ഭയങ്കര കരച്ചില്. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, നിങ്ങള് ക്ഷമിക്ക് സഹോദര, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, അത് കാണാൻ നോക്കട്ടെ, കണ്ടുപിടിക്കാൻ നോക്കട്ടെ. അങ്ങനെ അയാൾ അനൗൺസ് ചെയ്തു, ഈ കപ്പലിലെ ഒരു യാത്രക്കാരന്റെ 1000 സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാർക്കെങ്കിലും കിട്ടിയാൽ ഉടനെ കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെ കിഴിയും ബാണ്ടൊക്കെ പരിശോധിക്കുന്ന അനൗൺസ്മെന്റ് ചെയ്തു. കുടുങ്ങിയാലോ? പക്ഷെ ആരും കൊടുത്തില്ല. അങ്ങനെ ഒരു തലക്കുന്ന പരിശോധന ഇങ്ങനെ തുടങ്ങി. മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അടുത്തെത്തി പരിശോധന. ബുഖാരി ഇമാമിനെ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ബുഖാരി ഇമാമിന്റെ അടുത്തും ഇല്ല, സാധനം കാണാനില്ല. അപ്പോ ആരടുത്തും ഇല്ലാന്ന് കണ്ടപ്പോ കപ്പൽ പിന്നെ കപ്പിത്താൻ പറഞ്ഞു, എന്നാ യാത്ര തുടരാം, കിട്ടുമ്പോ കിട്ടും, ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഈ ആരോപണം ഉന്നയിച്ച മനുഷ്യണ്ടല്ലോ അയാൾ ഇമാം ബുഖാരിയുടെ അടുത്ത് വരിക, അല്ല നിങ്ങളടുത്ത് ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ എന്തേ കാട്ടി? എന്തോ ഒരു ഹിക്മത്ത് കാട്ടിയിട്ടുണ്ടാവല്ലോ, ഇത് കാണാനല്ലോ. അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അനൗൺസ്മെന്റ് കേട്ടപ്പോ ഞാൻ ഈ ഭാഗത്ത് കൂടെ അങ്ങോട്ട് കയറി, എൻ്റെ സഹോദര, എൻ്റെ ഉമ്മ തന്ന 1000 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ അയാൾ ഞെട്ടിപ്പോയി. ഒരു ജീവിതം മുഴുവൻ സമ്പാദിച്ചാൽ കിട്ടാത്ത ഇത്രയും വലിയൊരു സംഖ്യ, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് സമർത്ഥിക്കാമായിരുന്നില്ലേ? ഞാൻ വ്യാജം പറഞ്ഞതാണ്, അത് നിങ്ങളെ സമ്പത്താണെന്ന് പറയാമായിരുന്നില്ലേ? ആ നേരത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയുമോ? ഒരു ജീവിതം മുഴുവൻ ഞാൻ ജീവിച്ചതും യാത്ര ചെയ്തതും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ്. നാളെ ഒരു കാലം വരുമ്പോ ഒരു പക്ഷേ ആളുകൾ എന്നെ പറ്റി പറയും, അയാളെ ഹദീസ് സ്വീകരിക്കണ്ട, കാരണം 1000 സ്വർണ്ണ നാണയം കട്ടവന്റെ ഹദീസാണെന്ന് ജനങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും എന്റെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമാണ്, എന്റെ വിശ്വാസ്യത എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ട് 1000 സ്വർണ്ണ നാണയം എനിക്ക് എന്റെ മുമ്പിൽ ഒന്നുമല്ല, അത് ഈ കടലിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു സഹോദര. അതവരൊക്കെ വിശുദ്ധ ജീവിതം. ഇതൊന്നും അറിയാതെ നമ്മൾ പീഡിയക്കോലായ്മ വന്നിട്ട് ഓനിങ്ങനെ ഓം ബുഖാരി ഓം മുസ്ലിം എന്നൊക്കെ പറയണ ആ ഒരു ഇതെന്നൊക്കെ ഖിയാമത്ത് അടയാളാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രമാണബന്ധിതമായിട്ടൊരു സമുദായത്തെ വഴി നടത്തി
പരിശുദ്ധ ഖുർആൻ ഒരു ജനതക്ക് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുത്തു. അതിന്റെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു, അതിന്റെ അധ്യായങ്ങൾ പഠിപ്പിച്ചു. അന്നാളുകൾ പറയുമായിരുന്നു, ഇവരെന്തേ ഖുർആൻ ക്ലാസ്സിലാക്കുന്നത്? അത് ക്ലാസ്സിലാക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ഇപ്പൊ എല്ലാവരും ഖുർആന്റെ അർത്ഥം പഠിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിക്കുമ്പോ നമ്മളെ ഉള്ളു നന്നായി പോകുമെന്നാണ്. ഹറാമുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമെന്നാണ്, മാറി നിൽക്കണം എന്നാണ് ഖുർആൻ. ചിലപ്പോൾ ആൾക്കാർ പറയും, ഖുർആൻ പഠിച്ചിട്ട് എന്താ അറിയില്ല, എനിക്ക് പഠിക്കണില്ല, അതിന് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ മാന. എന്തോ വേണ്ടാത്തരം ഞാൻ ചെയ്യുന്നുണ്ട്. സുബി കഴിഞ്ഞേക്കൊക്കെ ഒരു പോക്കുണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു 4-5 ലോട്ടറിയൊക്കെ എടുത്തിട്ട് പരിചയമുള്ള ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അങ്ങനെ പോരും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എന്താ ചെയ്യാ, ചില സാധുക്കൾ അങ്ങനെയാണ്. ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോ പഠിച്ചേച്ചതാണ്. ചില ശീലങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ ഈ റമദാൻ വരികയാണ്, ചില ആൾക്കാർ ശീലങ്ങൾ മാറൂല. എല്ലാവരും നോമ്പ് പറഞ്ഞാൽ ഈ വെള്ളം കുടിക്കണ, ആപ്പിള് തിന്നണ, കാരക്കൊക്കെ തിന്നണ തിരക്കിലാവും. 2 ആളെ കാണൂല. അപ്പൊ പുറത്ത് നോക്കുമ്പോ ഒരു പുക ഇങ്ങനെ പൊന്തുണ്ടാവും അവിടുന്ന്. ഒറ്റക്ക് ഈ 12 മണിക്കൂർ എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ഓൽക്ക് തന്നെ അറിയില്ല. ഓർക്ക് വെള്ളവും വേണ്ട, ചായയും വേണ്ട, വത്തക്കയും വേണ്ട, ഒരു 2 പുക വിട്ട് കിട്ടിയാൽ മതി. അതാണ് ഓലെ ആത്മാവിന് ആശ്വാസം എന്ന് കരുതിപ്പോയ കുറെ മനുഷ്യന്മാരുണ്ട്. ചില ശീലങ്ങൾ അങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ ചിലർക്ക് പഠിക്കണില്ല. അതിന് കാരണം എന്താ? ഉള്ളിലില്ല. അവിടെയാണ് തെറ്റുകുറ്റങ്ങൾ നിന്ന് മാറി നിൽക്കുമ്പോഴേ അള്ളാഹു നമ്മളെ മനസ്സിൽ ഖുർആൻ തരൂ, അതിനോട് താല്പര്യം തരൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ ആ നേരത്തെ തന്നെ വരും വിരുന്നേര്. അങ്ങനെയാണ് നമ്മൾ. ആ വിരുന്നേരെ കൂടെ ഇരിക്കലാണ് നമ്മൾ വേണ്ടത്. ആ വിരുന്നേരും കൂടി ഇത് കൂട്ടിക്കൊണ്ടിരാ വേണ്ടത്. അതങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അന്ന് ഞങ്ങൾ പോരി, ഏതായാലും 1 മണിക്കൂറുള്ളൂ, ഇന്ന് പോരി. എല്ലാ ഞായറാഴ്ചയും ഇവിടെ നടക്കുന്നുണ്ട്, മഗ്‌രിബ് മുതൽ തുടങ്ങും, അതുകൊണ്ട് നമുക്ക് പോകുകയല്ലേ. അങ്ങനെ ഒരു ശീലം ഉണ്ടാ. ഇമാം ഷാഫി റഹിമഹുല്ലാ 8 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മനപ്പാടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാ പഠിപ്പിച്ച്? ഉമ്മ. പാപ്പല്ലാത്ത കുട്ടി, എവിടുന്നാ മോനെ നീ പഠിച്ചത് ഇത്ര ചെറുപ്പത്തിൽ? കണ്ണ് നനഞ്ഞു പോകും. അതൊരു ഉമ്മയുടെ ഓർമ്മയാണ്. ആ ഉമ്മയുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഈ കുട്ടി കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ വാരിയെടുക്കുകയാണ്. അങ്ങനെയാണ് പഠിച്ചത് ആ കുട്ടി. അപാര ബുദ്ധിശക്തി. ഉസ്താദായ വക്കീലിന്റെ അടുത്ത് പഠിക്കാൻ ചെന്നു. വക്കീൽ പോലും ആ ബുദ്ധി കണ്ട് അത്ഭുതപ്പെട്ടു. അന്നത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഉച്ചവരെ പഠിപ്പിക്കും. ഉച്ച കഴിഞ്ഞാൽ ഈ പഠിച്ചതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഉസ്താദിന്. അന്നത്തെ പഠിക്കുന്ന രീതി അങ്ങനെയാണ്, ഇപ്പോഴത്തെ പോലെയല്ല. അന്നത്തെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം അതാണ്. ഉച്ചവരെ പറഞ്ഞത് ആരെക്കാൾ കൂടുതൽ വൃത്തിയായും വ്യക്തമായും ഒന്നും വിടാതെ ഇമാം ഷാഫി തിരിച്ചു ചൊല്ലിക്കൊടുക്കും. എല്ലാം ചൊല്ലിക്കൊടുക്കും, ഒക്കെ എല്ലാം കൃത്യ. പക്ഷെ ഒരു ദിവസം ഉച്ചക്ക് ചെല്ലാൻ പറഞ്ഞ് അന്നൊന്നും കിട്ടണില്ല. ചെല്ലിയതൊക്കെ തെറ്റുക. ഒക്കെ അത്ഭുതപ്പെട്ടു. എന്താ ഈ കേൾക്കണ്? ആരെ ഞാൻ ഈ കാണുന്നത്? എന്താണ് ഷാഫിക്ക് പറ്റിയത്? മുഹമ്മദ് ബിൻ ഇദ്രീസിന് എന്ത് പറ്റി? അപ്പൊ ഉസ്താദ് പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തോ നീ ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കുട്ടി കരയാൻ തുടങ്ങി. ഉസ്താദേ, അത് ശരിയാണ്. ഇന്ന് ബഗ്ദാദിന്റെ അങ്ങാടിയിലൂടെ ഞാൻ നടന്നു വരുമ്പോ ഒരു പെണ്ണിന്റെ വസ്ത്രം അവളുടെ കണങ്കാലിൽ നിന്ന് അല്പം ഉയരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്റെ കണ്ണ് ഒന്ന് ഉടക്കിപ്പോയി. ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു തെറ്റും എന്നിൽ പറ്റി. ഉസ്താദ് പറഞ്ഞു, അതന്നെയാണ് ഇന്നത്തെ കുഴപ്പം, അതാണ് എനിക്കൊന്ന് കിട്ടാത്തത്. ഈ സംഭവം ഷാഫി മാമന്നെ പറയുന്നുണ്ട്. ശക്കൗതു ഇലാ വഖീഇൻ സുഅഹ്ഫളി ഫർശദനി ബിതർക്കിൽ മഅസിയാതി. ശക്കൗതു, ഞാൻ അവലാതി പറഞ്ഞു വഖീ എന്ന ഗുരുനാഥനോട്. സുഅഹ്ഫളി, എന്റെ മനപ്പാടം മോശമായിട്ടുണ്ട്, ചെല്ലാൻ കിട്ടണില്ല, പഠിക്കാൻ കഴിയണില്ല. ഫർശദനി, ഗുരു എന്നെ ഉപദേശിച്ചു. ബിത്തർക്കിൽ മഅസിയാത്ത്, ദോഷങ്ങൾ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞത് ഖുർആൻ പഠിച്ചുള്ള ഗുണം അതാണ്. ദോഷങ്ങൾ നീ ഒഴിവാക്കണം. ഗുരു തുടർന്നു, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. അല്ലാഹുവിന്റെ വെളിച്ചാണ് ഇത്. ഒരിക്കലും ദോഷികൾക്ക് അല്ലാഹ് കൊടുക്കൂല.
ഷാഫി ഇമാം പിന്നെ നമ്മളോട് പറയണ എന്ത് അറിയോ, ഒരു കാര്യം പഠിയണമെങ്കിൽ നിങ്ങൾക്ക് 6 കാര്യമാണെന്ന്. അഖീലൻ തനാലുൽ ഇൽമ ഇല്ലാ ബിസിത്തതി സഉംബിക മജ്മൂഇ ഹാബി ബയാനി ദകാഉം വഹിറസുൻ വസ്തിബാറും വബുൽഗത്തുൻ വഇർഷാദു ഉസ്താദി വതൂല സമാനി. സഹോദര, നിനക്കൊരു കാര്യം പഠിയണമെങ്കിൽ 6 കാര്യം വേണം. അതിലൊന്നാമത് ബുദ്ധി വേണം. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഒരു ബുദ്ധി വേണം. തെളിഞ്ഞൊരു ബുദ്ധി വേണം. 2 ഹിർസ്, താല്പര്യം ഉണ്ടെങ്കിലേ പഠിയുള്ളൂ. താല്പര്യമുള്ളത് വേഗം പഠിയും ചെയ്യും. നമ്മളെ മക്കള് ബൈക്ക് പഠിച്ചത് എങ്ങനെ? ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാ. പരിസം ബൈക്ക് കാണാനല്ല, അമ്മി വാപ്പി ബേജാറായി, ചെറുക്കനെയും കാണാനല്ല. റബ്ബേ എവിടെ നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴവർക്ക് സമാധാനമായത്, വരുന്നുണ്ട്. ആരെയാണത് പഠിപ്പിച്ചെന്ന്, എങ്ങനെയാ ഇത് പഠിച്ച്? ഞാനങ്ങോട്ട് പഠിച്ച്. ഒരാവശ്യമല്ല, ഒരു ഉസ്താദിൻ്റെ ആവശ്യമല്ല. കാരണം അവൻ്റെ മനസ്സിലൊരു വികാരമാണ്. കുഞ്ഞുനാളിൽ വാപ്പത് ചാട്ടാക്കിയിട്ട് ഗീറ് ക്ലച്ചൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോണത് കണ്ട പോനെ ഉറപ്പിച്ച് ഇദ്ദേഹമായൊരു ദിവസം ഞാൻ പോകും. അല്ലേ? APJ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ഒരു ദിവസം ഞാൻ ഇതുപോലെ പാറിപ്പറക്കും എന്ന് പറഞ്ഞ മാതിരി ഉള്ളിൻ്റെ ഉള്ളിലൊരു വികാരം കൂടെ വന്നതാ. അതാണ് ഹിർസ്, താല്പര്യം. ഒരു കാര്യം പഠിയാൻ താല്പര്യം വേണം. ഹിർസ്, ഇസ്തിബാർ, പിന്നെ ക്ഷമ, നല്ല ക്ഷമ വേണം കേട്ടോ. പിന്നെ ബുൽഗ, അതാണ് സമയനിഷ്ഠ. മഗ്‌രിബിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ മഗ്‌രിബിക്കെത്തുക. 10-26 കൊല്ലമായിട്ട് ഞാനൊരു ലേണിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. ഒരുപാട് ദൂരാണ്, ഞാനത് നിർത്തിയിട്ടില്ല. മുസ്തഫ അറിയാം. അവിടുത്തെ ഒരു പ്രത്യേകത 8 മണിയാറ് 8 മണിക്കാണ് തുടങ്ങും. പിന്നെ വേറെ വർത്താനല്ല. 8:55 നിർത്തും ചെയ്യും. അതിൽ കൃത്യത. അല്ലാതെ 8:45 ചിലപ്പോൾ ചില ആൾക്കാരന് വന്നിട്ട് മൗലവി ഇന്നൊന്ന് ഉഷാറായിക്കോട്ടെ, ഒരു കുറച്ചും കൂടി ആയത്തും കൂടി ഇടിക്കും, ഇന്നൊരു 9:15 ആയിക്കോട്ടെ, ഇന്നിപ്പോൾ ആർക്കും തിരക്കില്ല എന്നില്ല പറഞ്ഞാൽ അതോടുകൂടി കൊളാവും. അങ്ങനെയുണ്ട് ചില സ്ഥലത്തെ ഖുർആൻ ക്ലാസിന്റെ രീതി. അതൊരു സമയത്ത് നിർത്താറുണ്ട്. കാരണം അതിന് കൃത്യസമയത്ത് വന്ന ഒരാളുണ്ടാവും, ഓനെ കൃത്യസമയത്ത് പോവും വേണം, എന്നാലേ ഇത് നിലനിൽക്കുള്ളൂ. അല്ലാതെ ഓരോരുത്തർക്കും ഉഷാറായിട്ട് അന്ന് ഈമാൻ കയറിയിട്ട് ഇന്ന് 2 ആയത്തും കൂടി ആയിക്കോട്ടെ, ഇന്ന് കുഴപ്പമില്ല, ആ പണിക്ക് നിൽക്കരുത്. ഒരു സമയനിഷ്ഠ ദിനമാണ്. ബുൽഗ എന്നാണ്, ബലഗ എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയത്തിന്റെ കൃത്യത എന്നാണ്. നമ്മുടെ സമുദായത്തിൽ ഇല്ലാതെ പോയതും അതാണ്. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ബാങ്ക് മാത്രം നേരത്തിന് നടക്കുന്നുണ്ട്. അത് 12:25 പറഞ്ഞാൽ 1:25 ആക്കിയിട്ടില്ല ഇതുവരെ. ബാക്കിയൊക്കെ നമ്മൾ കളഞ്ഞ് അല്ലേ. 1 മണിക്ക് ആണ് പുതിയാപ്പള വരിക പറഞ്ഞാൽ അതിന്റെ മഴനെന്താ 2 മണിക്കേ വരുള്ളൂ. 1 മണി പറഞ്ഞാൽ 2 മണിയാണ്. ഒരു ഉത്തരവാദിത്വമല്ല ചില ആളുകൾക്ക് ഈ സമയത്തിന്റെ കാര്യത്തിൽ. ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞത് എടുത്തു കൂടെയാണ് പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം പൊന്നാനിയിലൊരു നിക്കാഹിന് വേണ്ടി പോയി. എന്നോട് പറഞ്ഞു, നിങ്ങൾ 11 മണിക്ക് പുതിയാപ്പള വരും, നിക്കാഹ് നടത്തണം, നിങ്ങളൊരു 10:45 എത്തണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ സമയം പറഞ്ഞ സമയമാണ്. അതെന്തായാലും ഞാൻ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്, എത്തും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 10:45 അവിടെ അങ്ങനെ ഹാജറായി, അവിടെ അങ്ങനെ ഇരിക്കുക. പുതിയാപ്പള വന്നിട്ടില്ല. 11 മണിക്ക് വരുന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ മുമ്പത്തും 11 മണിക്ക്. 11 വന്നില്ല, 11:30 ഇല്ല, ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി. 11:45 12 മണിക്ക് എത്തി പുതിയാപ്പള. എന്നാ സ്റ്റേജ് നമുക്ക് കയറി കിട്ടുമോ? കയറൂല. കാരണം ഈ ക്യാമറ ഇട്ട് കണ്ട ആൾക്കാർ വട്ടം കൂടി. ആദ്യം നടന്നത് പിന്നെയും നടത്തും. അങ്ങനെയുള്ള ഈ അല്ലേ, ഒരു റക്അത്ത് പിന്നെയും നിസ്കരിക്കാന്ന് പറഞ്ഞ മാതിരി. അത് ശരിയായിട്ടില്ല, അവിടുന്ന് ആദ്യമാണ് നടന്നു വാ, എന്നിട്ട് ഒന്നും കൂടി ചുരുക്ക്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആയും കാട്ട്, വാപ്പ ഒന്ന് ഇങ്ങട്. ഒന്നും അറിയാത്ത വാപ്പിയും കാണാൻ ഇങ്ങനെ സാധു. ജീവിതം എന്താണ് ഈ സാധുവിനെ അറിയില്ല. അഭിനയിച്ച് കാണിക്കുക. കാരണം ഇത് വെച്ചിട്ട് വേണം റീൽസ് ഇറക്കാൻ, എന്നിട്ട് വേണം പിന്നെ ഇൻസ്റ്റയിലിടാൻ, എന്നിട്ട് വേണം ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാൻ, എന്നിട്ട് വേണം ലോകത്തെ രാജകുമാരനാകാൻ. പുതിയ കാലം അങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇവിടെ ഈ സമയം കളഞ്ഞ് നിൽക്കണ കുറെ പാവങ്ങൾ അവസാനം 12:15 12:30 ഇങ്ങനെ കേറുമ്പോ അപ്പൊ ഒരാൾ വന്ന് പറയും, മൗലവി വല്ലാതെ നീട്ടരുത്, ഒരു 10 മിനിറ്റ് ഒക്കെ മതി. ഇതാണ് നമ്മളെ കൗമിന്റെ അവസ്ഥ. ആരുടെ കുറ്റ അത്? ഇതാണ് അവസ്ഥ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബുൽഗ, സമയനിഷ്ഠ, കൃത്യനിഷ്ഠ. ഞാൻ നീട്ടിപ്പരത്തി പറയല്ല. നല്ലൊരു അധ്യാപകൻ വേണം. ഇവിടെ മുസ്തഫ നല്ലൊരു അധ്യാപകനാണ്. ഞങ്ങളുടെ നാട്ടില് വനിതാ ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അതിൽ സ്ഥിരം പഠിതാവാണ്. അവൾ എന്നോട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നോട് പറയും, നിങ്ങൾക്ക് അറിയില്ല, മുസ്തഫ മൗലവിക്കേ അറിയുള്ളൂ അറിയാം, അന്നാ ജൂമ്പരോട് ചോദിച്ചോന്ന് പറയും.
അങ്ങനെയാണ്. ചിലപ്പോൾ ഇവർ ഈ ഓരോ ചോദ്യങ്ങളായിട്ടാണ് വരും. നമുക്കിപ്പോൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാൻ അറിയണ്ട. അപ്പം നമുക്കത് അറിയില്ല പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടാകലാണ്. അറിയാത്ത ചില ചോദ്യങ്ങളുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ. അപ്പം നമുക്കത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിഷയം മാറ്റിയിട്ട് അങ്ങോട്ട് ഒപ്പിക്കുക ഇതിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞു വന്നത് അത് വളരെ ഭംഗിയായി പോകുന്നുണ്ട്. ഇവിടെ അത് നല്ല രീതിയിൽ പോകുന്നു എന്ന് അറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ. അള്ളാഹു തആല അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് തേടുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതൊരു പുണ്യമാണെന്ന് മനസ്സിലാക്കുക. നല്ല അധ്യാപകൻ തൂല സമാൻ, ഒരുപാട് കാലം പഠിക്കണം. മിനൽ മഹ്ദി ഇലൽ ലഹ്ദി, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണ്. അങ്ങനെ നിരന്തരമായി പഠിക്കണം പരിശുദ്ധ ഖുർആൻ. അത് ഹൃദയത്തിന് വെളിച്ചമായി മാറും, അത് ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറും, അത് നമ്മളാക്കുന്ന അപൂർവവും അത്ഭുതകരവുമായ ഗ്രന്ഥമായി മാറും. അതാണ് പരിശുദ്ധ ഖുർആൻ. അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടും, സ്വഭാവം നന്നാകും, വിശ്വാസം നന്നാകും. അമലുകൾ പോലും നമ്മളെ നന്നാക്കണം. എന്തിനാ അമല്? നമ്മൾ നന്നാകാനാണ്. റസൂലുള്ള പറയുമായിരുന്നു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹു എന്നെ നിയോഗിച്ചത് സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ്. 5 അമലുകൾ പ്രധാനമാണ്. ഇസ്ലാം കാര്യം അതിൽ ഒന്ന് കലിമ ഷഹാദ, അത് നന്നാകുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. വിശ്വാസമല്ല സത്യത്തിൽ, ഇസ്ലാം കാര്യത്തിലാണ് എണ്ണിയത്. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ഒരാളില്ലെന്ന് ഞാനിതാ എന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ കണ്ടാ നിങ്ങൾക്ക് ബോധ്യമാകും, അല്ലാഹ് ഒരേ ഒരുത്തൻ മാത്രമാണ് ആരാധനക്കർഹൻ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാനിതാ സാക്ഷ്യപ്പെടുത്തി. ജീവിതം എത്ര നന്നായി. ഓരോ കാര്യം നോക്കൂ. നിങ്ങൾ നിസ്കാരത്തെ പറ്റി പറയാ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യം നിങ്ങളെ തടുക്കും നിങ്ങളെ നിസ്കാരം, ചീത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തടുക്കും നിങ്ങളെ നിസ്കാരം. നിസ്കാരം കൊണ്ട് നന്നാവും നമ്മൾ. സുബി കഴിഞ്ഞിട്ട് ബൈക്കോട്ട് ഇങ്ങനെ പോരുമ്പോ വേറൊരുത്തന്റെ ബൈക്കുമ്പോ അങ്ങോട്ട് കൂട്ടിമുട്ടി, അങ്ങനെ ഫോൺ വിളിച്ച് വന്നതാണ്. അപ്പൊ പിന്നെ ഇവര് തമ്മിലാണ് വക്കാണായപ്പോ ഈ 40 കൊല്ലം നിസ്കരിച്ചോന്റെ തൊള്ളിന്ന് ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ പൊടുപുറാണ് വീട്. അത് കേട്ട് നാട്ടുകാർ മുഴുവാന്തം മുട്ടു. നിസ്കരിക്കാത്തവൻ അങ്ങനത്തെ തെറി പറയണില്ല, ഈ നിസ്കരിച്ച് വരുന്നവന്റെ തൊള്ളിന്ന് അതൊക്കെ പാടെ വീണത്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് നിസ്കാരം ഉണ്ടായത് അല്ലേ? കയ്യങ്ങട് കെട്ടിയപ്പോഴാണ് അമ്മായിമാരോളം വക്കാണേറ്റതാണ്. അമ്മായിമാക്ക് പോയിന്റ് തിരിഞ്ഞത്, കയ്യ് കെട്ടിയപ്പോ പോയിന്റ്. അപ്പൊ തന്നെ മറുപടി പറയാൻ പറ്റല്ലോ. സലാം വീട്ടിട്ട് ഒരു പാച്ചിലുണ്ട്, ഇവിടെ വാടി എനിക്ക് ഞാൻ പറഞ്ഞുതരാ, എന്താ നാളെ ഇവിടെ ഉണ്ടായതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാ. നീ സാധു പറയാണ്. നിസ്കാരം കൊണ്ട് എന്ത് മാറ്റാണ്ട്? ഒന്നും ഉണ്ടായില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നോമ്പ് എന്ന് പറയുമ്പോ മനുഷ്യൻ മാറും. മല്ലം യദഅ ഖൗല അസ്സൂരി വഅമില ബിഹി ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തആമഹു വശറാബ. മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തടത്തോളം കാലം വെറുതെ പട്ടിണി കിടക്കണം നിങ്ങളെന്ന് അല്ലാഹുവിന് താല്പര്യമില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്ത് വന്നവൻ ഇന്ന് പ്രസവിച്ച കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് അവൻ മടങ്ങിപ്പോയിട്ടുണ്ട്. വിശുദ്ധരിൽ വിശുദ്ധനായിട്ട് അവൻ മാറി. സക്കാത്ത് എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധമായ ദാനം എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. തൂക്കുവാലത്തുമ്പോ കൂടെ അങ്ങനെ വരുമ്പോ കണ്ണ് കാണാത്ത ഒരാൾ അപ്പുറത്തുള്ള ഒരാൾ ഇങ്ങനെ പിടിച്ച് കുലുക്കി ബേജാറാക്കുന്നുണ്ട്. അയാൾ ആകെ ബേജാറായിപ്പോയി. കണ്ണോട്ടം ബേജാറായിട്ട് പറഞ്ഞു, പൊന്നാര ആചാര്യ ഒന്ന് ഇളക്കായിരിക്കും. ആചാര്യ ബേജാറായി. എടാ എനിക്ക് കണ്ണ് കാണാതെ എങ്ങനെ എന്നെ മനസ്സിലായത്? ഹാജിയന്മാരല്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യലെന്ന് ഈ കണ്ണൊട്ടം പറഞ്ഞത് വെറൊരു വർത്താനല്ല. ചില നാട്ടിലെ ചില ആൾക്കാർ അജീത് വന്നതിനാൽ അതാണ് ഫിത്തനായി. കാരണം മൂപ്പരെ പ്രസിഡന്റ് ആക്കാത്തതാണ് ഞാൻ അടുത്ത പ്രശ്നം. ഇവിടെ ആരും അജീതിട്ടില്ല. ഞങ്ങളെ തറവാട്ടിന്ന് ഓനെ പിന്നെയും പ്രസിഡന്റ് ആക്കണം. ഇനി ഞാനല്ലേ ഇതിന് നല്ലത്, അല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതിയിലെ ഒരു മെമ്പർ, അതൊക്കെ ഞാനല്ലേ വേണ്ടത്. കിബിറും ഇങ്ങോട്ട് വരികയാണ്.
എന്തേ ഉണ്ടായത്? വെറുതെ എല്ലാം കൂടെ വെറുതെ വൃഥാവിലാകുക. അതാ ഞാൻ പറഞ്ഞത്, അമലുകൾ കൊണ്ട് മനുഷ്യൻ നന്നാകണം. മനുഷ്യന്റെ വിശുദ്ധിയാണ് അമലുകൾ താല്പര്യപ്പെടുന്നത്. നമ്മൾ ഏറ്റവും ഉത്കൃഷ്ടരും ഏറ്റവും ഉത്തമന്മാരുമാവും നിങ്ങൾ ഏറ്റവും ഉന്നതന്മാർ. യഥാർത്ഥ വിശ്വാസം നിങ്ങളെ ഉള്ളിൽ തട്ടുമ്പോ നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരും ഏറ്റവും മഹാരഥന്മാരുമായി മാറുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആനും നബിവചനങ്ങളും ജീവിതത്തിൽ അങ്ങനെ പകർത്തുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്തരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തോ ഒരു സൗഭാഗ്യത്തിലാണ് അള്ളാന്റെ ഹിദായത്ത്. അത് മോന്തിക്കുടിക്കാൻ ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നു. എല്ലാ ജാറങ്ങളിലും പോയിട്ട് ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്ന ഒരു പൂർവീക സമൂഹത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് നമുക്കൊരു തീരുമാനമുണ്ടായി, എൻ്റെ വിഷമവും എൻ്റെ പ്രയാസവും എൻ്റെ ദുഃഖവും എൻ്റെ ദുരിതവും പറയാൻ ഒരേ ഒരുത്തൻ മാത്രമാണ്. ഹക്കീമാണ്, അലീമാണ്, അല്ലാമുൽ ഗുയൂബാണ്. പടച്ച റബ്ബിനോടല്ലാതെ ഞാൻ എൻ്റെ വിഷമം പറയൂല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, ഞാനാകെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്, പക്ഷേ നീ എത്ര കാരുണ്യവാനാണ്. അതാണ് വിശ്വാസി. ആ തലത്തേക്ക് അങ്ങോട്ട് ഉയരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സച്ചരിതരായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ജീവിതത്തിൽ നമുക്ക് സുഹൃതമുണ്ടാകുന്നു, നല്ല കുടുംബം, നല്ല ബന്ധങ്ങൾ, അതിനിടയിൽ നല്ല മക്കളുണ്ടാകുന്നു, അതിനിടയിൽ നല്ല മഹലുണ്ടാകുന്നു, അതിനിടയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ കൂട്ടായ്മ അത് ദീനിന്റെ തണലിലായി മാറുന്നു. 7 വിഭാഗം ആളുകൾക്ക് ഒരു തണൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതിലൊരു കൂട്ടർ ആരെന്നറിയുമോ? അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവർ, അവർ ദീനിന്റെ ചാരത്ത് വന്നണഞ്ഞവർ, അവർ ദീനിന്റെയും തൗഹീദിന്റെയും മേഖലയിൽ ഒന്നിച്ചു കൂടിയവരാണ്. റബ്ബ് അവർക്ക് തണല് വാരിക്കോരി കൊടുക്കുന്നു. തണലില്ലാത്ത ഒരു ദിവസമാണെന്ന്. തണലുണ്ട് 7 സമൂഹമിൽ നാളെന്ന്. അള്ളാന്റെ തണലല്ലാതെ തണലില്ലെന്ന്. റുവൈന ഹദീസം ഫീ സ്വഹീഹൈനി സബഅത്തുൻ യുളില്ലുഹുമുൽ മൗലാ ബിഗൈരി ളിലാലി യുളില്ലുഹും ഫീ ളില്ലിഹില്ലാഹു യൗമ ലാ സിവാ ളില്ലിഹി ളില്ലുൻ ഫഹക മഖാലി. ആ തലത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഇവിടെ പറയും. നമ്മൾ മരിക്കണ ഒരു ദിവസങ്ങൾ ആലോചിച്ച് നോക്കുക. അത് മാത്രം ആലോചിച്ചു. ആളുകൾ എന്തൊക്കെ നമ്മളെ പറ്റി പറയുക, എപ്പോഴും ആലോചിക്കണം. നല്ലതാണ്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ ഉണ്ട്. ഇബ്രാഹിം നബിനെ അള്ളാഹ് ഖലീലാക്കി എന്നാ പറഞ്ഞത്. ആ മനുഷ്യന്റെ ഒരു ദുആ ഉണ്ട് ഖുർആനിൽ. പടച്ചോനെ, എനിക്ക് ഒരു കുട്ടിനെ തരണം എന്നാ പറഞ്ഞത്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അള്ളാഹു സാലിഹായ മക്കളുടെ ഒരു പട ഇങ്ങോട്ട് കൊടുത്തു. ഇസ്മായിലിനെ കൊടുത്തു, ഇസ്ഹാഖിനെ കൊടുത്തു, ഇസ്ഹാഖിന്റെ പേരമകനായിട്ട് യഅ്ഖൂബിനെ കൊടുത്തു. വകുല്ലൻ ജഅൽനാ, അവരെയൊക്കെ നാം ഏർവാക്കി, അവരൊക്കെ നാം നബിമാ സ്വാലിഹീൻ, അവരൊക്കെ ഞാൻ നല്ലവരാക്കി. വകാനൂ ലനാ ആബിദീൻ, അവരൊക്കെയും എന്നെ ആരാധിക്കുന്നവരാക്കി. ഏത് വാപ്പാന്റെ മോനാന്ന് ആലോചിക്കണം. വിഗ്രഹപൂജകനായ ഒരു പിതാവിന്റെ മകനായി ജനിക്കാൻ വിധിക്കപ്പെട്ട് കഷ്ടപ്പാടും പ്രയാസവുമായിട്ട് അഗ്നിനാളങ്ങളിലേക്ക് ഭരണകൂടം വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യൻ പിൽക്കാലത്ത് അള്ളാഹ് അങ്ങോട്ട് വാരിക്കോരി കൊടുത്തു. ആ മനുഷ്യന്റെ ഒരു ദുആ ഉണ്ട്, അതാ പഠിക്കേണ്ടത്. റബ്ബി, പടച്ചോനെ, എന്നെ വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ മരിച്ചാൽ ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം എന്നാണ്. അതാണ് എൻ്റെ വായന. നമ്മളെ ചില ആൾക്കാരില്ലേ, മീറ്റിങ്ങിന് വരുമ്പോ തന്നെ നമ്മളെ കണ്ട അല്ലാ അയാൾ വരുന്നുണ്ട്, ഇനി എന്താ ആകുകയെന്ന് അറിയില്ല. അങ്ങനെ കഴിഞ്ഞില്ലേ ആ മനുഷ്യന്റെ കഥ. ചില പാവന്മാര് മക്കളോട് പറയും അല്ലാ അയാൾ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്ന്. പാപ്പാനെ പറ്റിയാ പറയുന്നത്. ആ കുടുംബത്തിന്റെ കഥ എന്താ?
അല്ലേ? അല്ലെങ്കിൽ ചെറുക്കം വരുന്നുണ്ട് നമ്മ ബാപ്പാൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പഠിച്ചവനെ സുക്കൂർ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റബ്ബേന്ന്. കഴിഞ്ഞ വരവിന് അസ്ഥിരിപ്പെട്ടി പോയത്, ഈ വരവിന് ഇഞ്ഞോ എന്താ കൊണ്ടുപോകാന്ന് അറിയില്ല. അങ്ങനെ ദുരിതം പേർന്ന മക്കൾ, പാവങ്ങൾ, കുടുംബങ്ങൾ, അല്ലേ? കണ്ണിന്റെ കുളിർമ നഷ്ടപ്പെട്ടു പോയ എത്ര പാവങ്ങളുടെ ജീവിതമാണ്. അവിടെയാണ് നമ്മുടെ സാന്നിധ്യം പോലും വജഅല്ലി ലിസാന സ്വിദ്ഖിൻ ഫിൽ ആഖിരീൻ. ആ ഒരു തലത്തേക്ക് എത്തുക നമ്മൾ. മറ്റുള്ളവർ കരയണം നമ്മൾ മരിച്ചാൽ. ഉള്ളിന്ന് വരണം ആ കണ്ണുനീർ, അല്ലേ? ചില ദൗർഭാഗ്യമുള്ള മരണങ്ങളെപ്പറ്റി നിങ്ങളും ഞാനും കേട്ടിട്ടുണ്ടാകണം. ജീവിതത്തിൽ ഒരാൾ മരിച്ചാൽ ഏറ്റവും കരയുന്നത് ആരായിരിക്കുമെന്നോ? ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിലെ തണിയെന്നിലാരെന്ന്. ആ വീട്ടിലന്ന് വന്നവരൊക്കെ പോയി, പക്ഷെ അവിടെ ഒരുത്തിയുണ്ട്, മറക്കാനാകാത്ത ഒരുത്തി അതിന്റെ ഉള്ളിൽ കടന്ന് നെഞ്ചു പടയുന്നുണ്ട്. അവൾക്ക് മറക്കാനാവൂല്ല. യൗവനത്തിൽ ജീവിതം ആരംഭിച്ച സ്വപ്നങ്ങളും കഥകളും കിനാവും പുലരുവോളം പറഞ്ഞ് പ്രതീക്ഷയുടെ ഗോപുരത്തിൽ മാനത്തുകൂടി പാറിപ്പറന്ന ജീവിതത്തിന്റെ മഹിളാരത്നമേ, ജീവിതത്തിന്റെ സൗഗന്ധികമേ. എന്തോ ഒരു രസമായിരിക്കും അല്ലേ? ഏറ്റവും കരയോടെ ഒരു പെണ്ണ് കരയുന്നതാണ്. പക്ഷേ ചില ഭർത്താക്കന്മാര് മരിച്ചിട്ട് പെണ്ണിന്റെ കണ്ണുനിറ്റ് കണ്ണീര് വീണില്ല. എനിക്ക് അയാളെ കാണണ്ട, കാരണം മരണം ദുരൂഹമാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നു, എവിടെയോ അവിഹിതത്തിന് ചെന്നപ്പോ ആളുകൾ അടിച്ച് കൊന്നതാണെന്ന് ഈ പെണ്ണിനോടാരോ പറഞ്ഞതോടുകൂടി കഴിഞ്ഞ 30 ഇരവ് പകലുകളിൽ ആർക്ക് വേണ്ടിയാണോ റബ്ബേ ജീവിതം ഏറ്റവും സുരക്ഷിതമായി നിലനിർത്തിയത്, ഇത്ര വലിയ ക്രൂരനും വഞ്ചകനുമാണോ ഈ മനുഷ്യൻ? ഈ മനുഷ്യന് വേണ്ടി പിന്നെ ഒരു ദുആ അവിടുന്ന് വരൂലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ കഥ എന്താണ്? അതുകൊണ്ടാണ് സൂഉൽ ഖാത്തിമത്തിൽ നിന്ന് നിങ്ങൾ അഭയം തേടിക്കോ, ആഖിബത്ത് നന്നാക്കിക്കോ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ഏറ്റവും നല്ല ആഖിബത്ത് എന്ന വചനം നമ്മൾ ശ്രദ്ധിക്കുക. നല്ല മരണമാകണം, നല്ല ജീവിതമായ പോരാ, നല്ല മരണം. അവരുടെ അടുത്ത് വന്നിട്ട് നിൽക്കുമ്പോഴേക്ക് പ്രിയപ്പെട്ടവന്റെ കണ്ണ് നനയണം. മയ്യത്ത് നിസ്കാരത്തിന് നിൽക്കുമ്പോഴേക്ക് കൂടിയവരുടെ മനസ്സിങ്ങനെ ഇളകണം. ഭൂതകാലത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ അവരൊക്കെ പറയും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ. അത് ഉള്ളിന്നിങ്ങനെ വരണം. അപ്പോഴല്ലേ ജീവിതത്തിനൊരു പൊരുളുള്ളൂ. ആ ഒരു തലത്തേക്ക് പോണ്ടേ നമ്മളെ സാന്നിധ്യം ആളുകൾ കൊതിക്കണം. നമ്മുടെ ആ സാന്നിധ്യം ആളുകൾ കൊതിച്ചു പോകരുത്. ഒരു ഉപകാരം ചെയ്യാൻ നമ്മളൊക്കെ കട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കലും ചെയ്യണം. ചിലപ്പോൾ ചില ആൾക്കാരങ്ങനെയാണ്, വർത്താനം പറഞ്ഞിട്ടങ്ങട്, അല്ലേ? നമ്മുടെ സൗക്കത്ത് അൻസാരി ഇടക്കിടക്ക് ഉംറക്ക് അമീറായിട്ട് പോകാൻ തുടങ്ങിക്കണം. നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്, അല്ലാതെ ഒന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ പോലും അപാരമായ ക്ഷമ വേണം. മനുഷ്യന്മാരെ വർത്താനം ഇങ്ങനെ കേട്ടാലേ, അല്ലേ, കയ്യും കാലം ഒന്നായിട്ട് ധരിച്ചു വരും. അങ്ങനെയാണ്. എൻ്റെ ഒരു സഹോദരൻ ഉംറക്ക് ഇതേമാതിരി അമീറായിട്ട് പോയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ അമീറായി പോവില്ല. അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായി ചോദിച്ചു. ആ പാവം അങ്ങോട്ട് പറയാൻ തുടങ്ങി. അമീർ ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങോട്ട് ഇടങ്ങേറായത്. അയാൾ ഇതിന്റെ മുമ്പ് 3 ഹജ്ജ് ചെയ്തിക്കണു, പിന്നെ 5-6 ഉംറ അവിടുന്ന് ചെയ്തിക്കണു, പിന്നെ ഇവിടുന്ന് പോയി ചെയ്തിക്കണു, ഗൾഫിലാവുമ്പോഴും ചെയ്തിക്കണു. നിരന്തരം ഹജ്ജ് ഉംറയും ചെയ്തൊരു മനുഷ്യനാ. പക്ഷെ മൂപ്പര നാവ് ചെറുതായിരുന്നില്ല. മൂപ്പരങ്ങോട്ട് തുടങ്ങി ഇടങ്ങേറുണ്ടാക്കല്. ഇവിടുന്ന് പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിക്ക് ഒരു ബസ്സിൽ കൊണ്ടുപോവുക ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന്. കുറേ എത്തിയപ്പോൾ നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പൊ ഇയാൾ തുടങ്ങി, ആദ്യത്തെ ഉദ്ഘാടനം തുടങ്ങി, അമീറേ ഒരു AC ഉള്ള ബസ് മതിയായിരുന്നു, ഇത് ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങി എന്നിട്ട്. അപ്പൊ ബാക്കിയുള്ളവരും അയിമ കൂടും. അത് ശരി, അവര് AC ബസ്, അപ്പൊ എല്ലായിടത്തും AC ഒക്കെ കിട്ടുമല്ലോ, ഇതിപ്പോ എന്തെങ്ങനെ? അത് ക്ഷമിക്കണം, യാത്രയാണ്, കൂലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോവുക.
കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒക്കെ റെഡിയായി ഇഹ്റാം വേഷത്തിൽ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. അവരെ ടിക്കറ്റ് 2:10 ഫ്ലൈറ്റ് പൊന്തുന്നുള്ളത്. 2:10 കഴിഞ്ഞു, 2:20 കഴിഞ്ഞു, 2:30 കഴിഞ്ഞു. അനൗൺസ്മെന്റുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. 2:45 ഫ്ലൈറ്റ് പൊന്തിയില്ല. അപ്പൊ ഒരു ഒച്ച, അമീറേ 2:10 പൊന്തുന്നിട്ട് ഇതെന്താ പൊന്താത്ത്? ഈ മഹാഭാവി എന്താ അറിയാ, ഈ വിമാനം പൊന്ത് എപ്പോഴാന്ന് പൈലറ്റിന് പോലും അറിയില്ല. അതാ മെസ്സേജ് വരുമ്പോ എടുത്ത് പായുടെ ഒരു പരിപാടി. അല്ലാതെ കണ്ടക്ടർ പറയുന്ന മാതിരി എപ്പോഴാ പോവുക? കയ്യിലുള്ള കായൊക്കെ കൊടുത്തോളിട്ടോ. അങ്ങനെ സംവിധാനം നല്ല പുണ്യപരമായ സംവിധാനമോ. യുത്തഅ്മൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വസീറാ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നിർത്തുകയാണ്. ഞാൻ പെട്ടെന്ന് പറയണ നിർത്തട്ടെ. അപ്പോ ഈ ഇവരിങ്ങനെ വിമാനം പൊന്താത്തതിന്റെ പ്രശ്നം തുടങ്ങി. അങ്ങനെ പോയി അവിടെ പോയി റൂമിന്റെ പ്രശ്നം ഒക്കെ, ഒരുപാട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. താമസിക്കാൻ സൗകര്യം കുറവ്, ബാത്റൂമിന്റെ സൗകര്യം കുറവ്, നടത്തം കുറച്ച് കൂടി, ഉയരം കുറച്ച് കൂടി, ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായി, സംസം വെള്ളം ഇങ്ങനെയല്ല തരേണ്ടത്. അങ്ങനെ 100 പരാതികളും പരിഭവങ്ങളുമായിട്ട് ഈ പാവം അമീർ ആകെ ഇടങ്ങേറായി. എന്ത് ചെയ്താലും കുറ്റം. അങ്ങനെ കേട്ട് മടുത്ത് അവസാനം വരെ എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് ദയമാതിരി നേരത്തെ പറഞ്ഞ ബസ്സിൽ തന്നെയാണ് എല്ലാവരും കൊണ്ടുപോണത്. അതും കൂടി ഈ പാക്കേജിന്റെ ഭാഗമാണ്. അപ്പൊ അതും സഹിക്കുക. അങ്ങനെ അവിടെ കൊടുന്ന് ഇറക്കി. അമീറിനെ ഇയാൾ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഇയാളങ്ങോട്ട് ഇറങ്ങിയേക്ക് അമീർ അങ്ങോട്ട് കരഞ്ഞ്, ശരിക്കും കരഞ്ഞ്. കുട്ടികളെ മാതിരി അമീർ അങ്ങോട്ട് നിലവിളിച്ച്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ബാക്കിയുള്ളവരല്ല, സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സമാധാനമായിക്ക, ഇഞ്ഞെന്തിനാ നിങ്ങൾ കരയണം? അയാൾ പോയില്ലേ, വലാലാണ് പോയി കിട്ടിയില്ലേന്ന്. ബാക്കിയുള്ളവർക്കും മനസ്സിലായി ഇയാളെ ഷെറായി. ഫസ്റ്റിൽ ഇവര് തുടങ്ങിയ മാതിരിയല്ല, ഇയാള് ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോ അമീർ കരഞ്ഞിട്ട് പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ കരയണത്. ഒരു 10 ദിവസമായിരുന്നു അയാളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഞാൻ അത്ര ഇടങ്ങേറായ പോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടങ്ങേറായിട്ടില്ല. റബ്ബേ, അയാള് പോണതൊരു പെരയിക്കാണല്ലോ, അവിടെ അയാളെ ഭാര്യ മക്കളുണ്ടല്ലോ. ഒരു ജീവിതം മുഴുവൻ ഒറ്റട കാര്യം ആലോചിച്ചപ്പോ കരഞ്ഞു പോയി എന്നാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. എന്ത് ചെയ്യും? അവിടുന്ന് മാറണം നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അനുഗ്രഹീതമായ പറുദീസയിലേക്ക് പോകണം. നമ്മളിവിടെ നല്ല അടയാളങ്ങൾ ഉണ്ടാകണം. നന്മയുടെ വിളിയാളങ്ങളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഉഹുദിന്റെ രണാങ്കളമാണ്. തുരുതുരാമ്പുകൾ ഇങ്ങനെ വരുന്ന നേരമാണ്. പലരും ചിതറിയോടുന്ന നേരമാണ്. അള്ളാന്റെ റസൂലിന്റെ മേനിയിൽ നിന്ന് മുൻപല്ല് പൊട്ടി വീണ രംഗമാണ്. അപ്പൊ ഒരു മനുഷ്യൻ വന്നു, തൽഹത്ത് ബിനു ഉബൈദില്ലാഹ്, നബിയമാരോട് ചേർത്തിട്ട് എല്ലാ അമ്പുകളും ഇങ്ങനെ തടുക്കാൻ തുടങ്ങി. അവസാനം നബി അങ്ങോട്ട് ചുമന്നു. നുബുവത്തിന്റെ ഭാരത്തെ തൽഹയുടെ ചുമലിലേക്ക് അങ്ങ് കയറ്റിയിട്ടു ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് അമ്പുകളൊക്കെ ഇങ്ങനെ തടുക്കുന്നു. അപ്പൊ ആ കാതിലേക്ക് റസൂലുള്ളാന്റെ സ്വകാര്യം വന്നു. തൽഹ, ജിബ്രീൽ വന്നിട്ടുണ്ട്. തൽഹ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ജിബ്രീൽ എന്നോട് പറയുന്നുണ്ട്. തൽഹ, അതാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. വലിയ പാടല്ലേ അത്? ഞാൻ പറഞ്ഞു വന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അസ്തമിച്ചു പോവുക. അടയാളങ്ങൾ ഉണ്ടാകണം, ജീവിതം നന്നാക്കണം. പുതിയ കാലം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വിട പറയുമ്പോ നല്ല ഓർമ്മകൾ ഉണ്ടാകണം. അനുഗ്രഹീതമായ സ്വർഗത്തിൽ നമ്മൾ എത്തണം. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കളക്കണ്ട പൂട്ടണ്ട, വെയില് കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ. ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. ദുനിയാവ് അവിടെയാണ് മാറിയിരിക്കുന്നത്. എന്ത് ചെയ്താലും ഒരു കുറ്റം നമ്മൾ കേൾക്കുകയാണ്, ദുനിയാവ് മാറുകയാണ്.
അവിടെ സ്വർഗം മുന്നോട്ട് വരിക. സ്വർഗത്തിൽ പറയണത് ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കൂല, ഒരു വെറും വർത്താനം കേൾക്കൂല, വേണ്ടാത്തൊരു വർത്താനം കേൾക്കൂല. ഇവിടെ ഒരു ആവശ്യമില്ലാത്ത വർത്താനം നമ്മൾ പലപ്പോഴും കേൾക്കണം. ഞമ്മക്കൊരു ബന്ധമല്ല, ഞമ്മക്കൊരു ആവശ്യമല്ല, എന്നാലും അതിങ്ങനെ വാട്സപ്പിൽ അങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് എഴുതി അങ്ങോട്ട് എഴുതി അതിനൊരു വിരലിട്ട് അതിനപ്പുറത്ത് കിട്ട് ആകെ പ്രശ്നമായിട്ട് ഫിക്ർ മുഴുവൻ അവിടെ കിടന്ന് കെട്ടിമറിയ. അവിടെ സ്വർഗത്തെ പറ്റി പറയാ ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ തഅസീമാ. അവിടെ ഒന്നുമില്ല, ഒരു കുറ്റപ്പെടുത്തലില്ല, എന്തോ ഒരു രസം അതിലുണ്ട്. മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളി പഴം തിന്നാനും. പടച്ചോന്റെ അനുഗ്രഹം അല്ലേ. സുന്ദരന്മാർ സുന്ദരികൾ കാലപ്പഴക്കം കൊണ്ട് നീ നിരക്കണ്ട 33-ലൊരിക്കലും കവിയണ്ട. എല്ലാവർക്കും 33 വയസ്സ് പ്രായം. ഒരു സ്ഥലത്ത് ചെറുപ്പക്കാര് പറഞ്ഞു, റബ്ബേ ആ ഈ കാക്കയൊക്കെ അവിടെ ഉണ്ടാവുമോന്ന്. ഒരാളെ ചെറുണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ മനുഷ്യൻ. അപ്പൊ അതിനൊരു മറുപടി ഉണ്ട് അവർക്ക്. അതും അയാൾക്ക് ചെറുപ്പാക്കിയിട്ട് അവിടെ ഉണ്ടാവുമെന്നാണ് അവന്റെ ബേജാറ്. ഇപ്പൊ തന്നെ അയാളെ ചെറുതല്ല, ഇനി സ്വർഗത്തിലെത്തുമ്പോ അയാൾക്കൊരു 33 കൊടുത്തിട്ട് അവിടെ ഉണ്ടെങ്കിലോ. അവിടെ അള്ള പറഞ്ഞൊരു വർത്താനുണ്ട് ഖുർആനില്, അവരുടെ ഹൃദയത്തിന്റെ ഗില്ല് നമ്മളിങ്ങോട്ട് ഊരി മാറ്റും. സ്വഭാവം നന്നാക്കിയിട്ട് വിശുദ്ധരാക്കിയിട്ട് ആ സ്വർഗത്ത് കൊണ്ടുപോയിട്ട്. അല്ലാതെ ഈ കോലത്തിൽ നമ്മൾ സ്വർഗത്ത് കടന്നാലും ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ഉയരത്തിൽ കൂടെ അസ്ഹാബുൽ ബദരീങ്ങൾ പറക്കണുണ്ടെങ്കിൽ നമ്മൾ റബ്ബേ ഓച്ച എത്ര ഉയരത്തിൽ കൂടെ പറക്കണ കാരണം സ്വർഗത്തിന്റെ രസം പോയില്ലേ. അപ്പൊ അതല്ല, അങ്ങനെ ചെയ്യൂല. മനസ്സ് വിശുദ്ധമാക്കും. ഗില്ലൊക്കെ ഊരിയെടുത്തിട്ട് നമ്മളെ സ്വർഗത്തിലിടുകയാണ്. ആ അനുഗ്രഹീതമായ സ്വർഗം നിങ്ങളതിനു വേണ്ടി തേടുക അല്ലേ. റസൂലുള്ള പറയുമായിരുന്നു, ഭീകരമായ നരകം അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ തേടുക. ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കാൻ നീ അമൽ ചെയ്തോ മോളെ ഫാത്തിമ. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരിയാണ്. കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, കൈത്തോട് പോലൊഴുകുന്നതാ കണ്ണീരുകൾ. കരഞ്ഞിട്ട് നീരും വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണതിൽ നിന്ന് രക്തം പൊന്നേ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. ഭീകരമായ നരകം, അന്ന് രക്ഷ കിട്ടണം. ഭീകരമായ നരകത്തിൽ നിന്നുള്ള നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അപാരമായ സ്വർഗ സൗകര്യങ്ങൾ അനുഭവിക്കാൻ റബ്ബ് നമുക്ക് അനുഗ്രഹം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, സ്വന്തക്കാർ, ബന്ധക്കാർ, റബ്ബ് അവരുടെയൊക്കെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.